നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. എൽ വുഡ് മാറി കെ വുഡ് ആയോ? ഇതിപ്പം ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സിനിമകൾ ഹിറ്റാകുമ്പോഴും മറ്റൊരു സിനിമകൾ വരുമ്പോഴും ഒക്കെ സംസാരിക്കുന്നതാണ്. ഇത് ഒരുപാട് നാളിന് ശേഷമാണ്, അതായത് ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷമാണ് എൽ വുഡ് എന്ന് പറഞ്ഞൊരു പേര് വരുന്നത്. യഥാർത്ഥത്തിൽ മലയാള സിനിമയെ എം വുഡ് എന്നാണ് പറയുന്നത്. എം വുഡ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നല്ല, മലയാളം വുഡ് എന്നൊക്കെയാണ് പറയുന്നത്. കോളിവുഡാണ്. പക്ഷെ ഇത് ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ സിനിമയിൽ ജെന്യുവിനായിട്ട് പറഞ്ഞാൽ അത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു സിനിമ മതി. കണ്ടന്റാണ്, ഏത് ഭാഷയിലെയും കണ്ടന്റാണ് കിങ്. പിന്നെ താരത്തിന്റെ ഒരു ഇതുകൊണ്ട് ഇനീഷ്യൽ കളക്ഷൻ കിട്ടുമായിരിക്കാം, ഗംഭീര ഇനീഷ്യൽ കളക്ഷൻ കിട്ടുമായിരിക്കും. ആ ഇനീഷ്യൽ കളക്ഷൻ തുടർന്നുകൊണ്ട് പോകുന്ന താരങ്ങളുണ്ട്, അവർ ഓരോരുത്തരുടെയും സമയമായിരിക്കും. അവിടെയും കണ്ടന്റ് ഗംഭീരമാണ്. ഇപ്പൊ ഉദാഹരണം, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, ലൂസിഫർ ഗംഭീര വിജയം നേടിയപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പലതരം കോൺട്രവേഴ്സികൾ വരുത്തുകയും ആ രീതിയിൽ കളക്ഷൻ ഡെവലപ്പ് ചെയ്യുകയും ആ സിനിമയുടെ ക്വാളിറ്റിയെക്കാട്ടിൽ കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുത്താണ് ഈ പറയുന്ന കളക്ഷൻ ഉണ്ടെന്ന് പറയപ്പെടുന്നത് 265, 268. പക്ഷെ അതേ മോഹൻലാലിന്റെ തന്നെ തുടരും ഗംഭീര സ്ക്രിപ്റ്റും ഗംഭീര സംവിധാനവും ഗംഭീര ടെക്നിക്കലും മോഹൻലാലിന്റെ ഗംഭീര അഭിനയവും വില്ലനായിട്ടുള്ള പ്രകാശ് വർമ്മയുടെ ഗംഭീരമായിട്ടുള്ള അഭിനയവും ഒക്കെ കൊണ്ട് CA ജോർജ് ഒക്കെ മറക്കത്തില്ല. അന്നേരം എല്ലാം കൊണ്ടും അതും 238 കോടിയോളം കളക്ട് ചെയ്തു. അന്നേരം രണ്ടും രണ്ടിതാണ്. എന്നാൽ മോഹൻലാലിന് കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് ഹിറ്റില്ലായിരുന്നപ്പം നമുക്ക് എൽ വുഡ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിനോട് യഥാർത്ഥത്തിൽ പേഴ്സണലായിട്ട് യോജിപ്പില്ലാത്ത എം വുഡാണ് മലയാളം എന്നാണ്. മലയാള സിനിമ കണ്ടന്റ് മഞ്ഞുമേൽ ബോയ്സിനകത്ത് ആരാണ് പ്രധാനപ്പെട്ട താരങ്ങൾ? ആരുമില്ല. അത് 200 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തില്ലേ? 2018 ഒരുപാട് താരങ്ങൾ, എല്ലാ താരങ്ങളും ഒരുപാട്, ടോവിനോ ആയാലും ആസിഫ് അലി ആയാലും ഒരുപാട് താരങ്ങൾ അതിനകത്ത് അഭിനയിച്ച് ആ ഒരു നായകൻ എന്ന് പറയാൻ ടോവിനോ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതിനകത്ത് എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഇച്ചിരി മേൽക്കോയ്മ ടോവിനോയ്ക്ക് ഉണ്ടെന്നുള്ള അല്ലാതെ അതും ഗംഭീരമായിട്ട് അത് കണ്ടന്റ് ആയിരുന്നു അവിടെ. ഇത് മറ്റേ മഞ്ഞുമേൽ ബോയ്സിന്റെ കണ്ടന്റ് ആണ്. ഇവിടെ കേവുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കോളിവുഡ് അല്ല, കല്യാണി വുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മുതൽ കേവുഡ് എന്ന് പറയാമല്ലോ. കാരണം കല്യാണി പ്രിയദർശന്റെ പ്രത്യേകത, കല്യാണി പ്രിയദർശന്റെ 90% സിനിമകൾ ഹിറ്റാണ്. പോട്ടെ, ഇത് കല്യാണി പ്രിയദർശൻ ഫീമെയിൽ സൂപ്പർ ഹീറോ പരിവേഷത്തോടുകൂടി ഫീമെയിൽ ലീഡ് ചെയ്ത പടമാണ് ലോക. കല്യാണിയുടെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് വിജയിച്ച പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഇത് മലയാളത്തിലെ സിനിമ ഇനി അറിയപ്പെടുന്നത് കല്യാണി വുഡെന്നോ അല്ലെങ്കിൽ കെ വുഡെന്നോ ആയിരിക്കും? ഒരിക്കലും അല്ല. അന്നേരം അല്ലെങ്കിൽ നസ്ലീന്റെ 90% സിനിമകളും വിജയമാണ്, ഗംഭീര വിജയങ്ങളുമാണ്. അങ്ങനെ നസ്ലീൻ വുഡ്, എൻ വുഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മൾ കുറച്ച് PR വർക്കുകളും ഒക്കെ ചേർന്നിട്ടാണ്. ഇപ്പൊ ഒരു സിനിമ മതി. മമ്മൂട്ടിക്ക് 100 കോടി ക്ലബിലില്ല, ഒറ്റ സിനിമ മതി. അന്നേരം ഗംഭീര അഭിനയിച്ചുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. ഒരു സിനിമ മതി ചിലപ്പോൾ 100 കോടി 200 കോടി 300 കോടിയൊക്കെ വരാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക. കല്യാണിക്ക് 100% അടിക്കാമെങ്കിൽ ഒരു ഗംഭീര നല്ല കണ്ടന്റും ബോക്സ് ഓഫീസ് സംഭവങ്ങളും ഉണ്ടെങ്കിൽ ഇനി ഇതിന്റെ അടുത്ത പാർട്ടുകളൊക്കെ വരുന്നുണ്ട്, ഉറപ്പായിട്ടും അതൊക്കെ നേടാം. അന്നേരം നമുക്ക് രണ്ട് രീതിയിലുള്ള ചിത്രങ്ങൾ കാണാം, കലാപരമായും വാണിജ്യപരമായുള്ള സിനിമകൾ. പണ്ട് മലയാളം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന മലയാള സിനിമകളും ബംഗാളി സിനിമകളും അറിയപ്പെട്ടിരുന്നത് ഈ രണ്ട് കാര്യങ്ങളുകൊണ്ടാണ്. കലാപരമായ സിനിമകൾ, ബംഗാളി സിനിമകൾ പിന്നീട് വാണിജ്യപരമല്ല, മലയാളത്തിൽ മാത്രമാണ് കലാപരമായി, ഒരേ സമയത്ത് കലാപരമായിട്ടും അതുപോലെ തന്നെ വാണിജ്യപരമായിട്ടുള്ള സിനിമകളും വരുന്നത്. ഒരേ സമയത്ത് മോഹൻലാൽ പരദേശി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പം ഒരേ സമയത്ത് മോഹൻലാൽ രാവണപ്രഭു ചെയ്യുന്നു, രാജമാണിക്യം ചെയ്യുമ്പം ഇപ്പുറത്ത് ഒരുപാട് അങ്ങനെയുള്ള നിരവധി അനവധി ബ്രഹ്മയുഗം പോലുള്ള ഇഷ്ടം പോലെ സിനിമകൾ ചെയ്യുന്നു. അന്നേരം അതാണ് ഒരു നമുക്ക് മലയാള സിനിമ വേണ്ടത്. ആരുടെയായാലും ഒരു പുത്തൻ താരമാണ് വരുന്നത്, ആ താരത്തിൻ്റെ ചിത്രം ഗംഭീരമാണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അന്നേരം അത് കളക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക 200 കോടി കളക്ഷനിലേക്ക് വരുന്നത്. 200 കോടി കളഞ്ഞ് പല റെക്കോർഡുകളും ചിലപ്പോൾ തകർത്തേക്കാം. അന്നേരം നമുക്കിവിടെ എൽ വുഡ് അല്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇവിടെ എൽ വുഡോ കെ വുഡോ ഒന്നും അല്ല വേണ്ട, നമുക്ക് മലയാളം വുഡാണ്. അത് മമ്മൂട്ടി മോഹൻലാൽ വുഡും അല്ല വേണ്ടേ, മലയാളത്തിൻ്റെ സിനിമ നന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ. അർഹതയില്ലാത്ത സിനിമകൾ പരാജയപ്പെട്ട എത്ര തള്ളിയാലും മലയാളിയുടെ മനസ്സിൽ അത് ഇടം നേടത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. അത് ലോകയോടുകൂടി നമുക്ക് തെളിഞ്ഞിരിക്കുകയാണ്. അർഹതപ്പെട്ട ചിത്രങ്ങൾ
കളക്ഷൻ കിട്ടും, അത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്യും. മലയാളികൾ നല്ല പ്രേക്ഷകരുടെ മനസ്സിലല്ല. അന്നേരം ഇനിയും നല്ല ചിത്രങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം, താരങ്ങളുടെയും കാത്തിരിക്കാം. പുത്തനായിട്ട് വരുന്ന ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട്. അവരുടെ എല്ലാ ചിത്രങ്ങളും ഏത് ചിത്രം വേണമെങ്കിലും ഗംഭീര ചിത്രങ്ങളായി മാറാം. അന്നേരം രീതികൾ മാറി, ആൾക്കാരുടെ വ്യൂവിൻ്റെ രീതികൾ മാറി, കാണുന്നതിൻ്റെ പ്രേക്ഷകൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഏത് സിനിമയും ഗംഭീരമായി ഹിറ്റാകാം. അങ്ങനെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.